ഇതുപോലെ പരാജയപ്പെട്ടൊരു പ്രതിപക്ഷം ജനാധിപത്യ ചരിത്രത്തിൽ കാണാൻ കഴിയുമെന്ന് സംശയം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പ്രചരണ കാര്യങ്ങൾക്ക് ഞാൻ കൂടി ഉണ്ടാകണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ ഒരു സീറ്റും BJP നേടാൻ പാടില്ല. കേരളത്തിൻ്റെ ഏതെങ്കിലും കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ടോ? ഇത് സാധാരണ നിലക്ക് പാർട്ടിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വി. സുധാകരൻ പറയുന്ന കാര്യം അദ്ദേഹത്തെ അവഗണിക്കുന്നുവെന്നാണ്. വിളിച്ചപ്പോൾ ഫോൺ എൻഗേജ്ഡാണ്. പാർട്ടി ക്ലാസ് കൊടുക്കുന്നവർ തന്നെ ഈ നിലയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭാര്യ എന്ന് പറയുന്നത് കേവലം ഒരു വീട്ടമ്മ മാത്രമായിട്ടിരിക്കുന്നൊരു സ്ത്രീയല്ല. കുറ്റബോധം മനസ്സിലുണ്ടാകരുത്. നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ കുറ്റബോധം ഉണ്ടാകും. എനിക്ക് എൻ്റെ പൊതുജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും ആനന്ദം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു തരത്തിലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. സ്ട്രെയിറ്റ് ലൈൻ പ്രത്യേക അഭിമുഖ പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ വികസന രംഗത്ത് വൻ കുതിപ്പ് കൊണ്ടുവന്ന LDF സർക്കാരിൻ്റെ അമരക്കാരൻ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം CM. നമസ്കാരം. ഇപ്പോൾ തുടർച്ചയായിട്ട് കേരളത്തിൽ ആദ്യമായി 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി എന്ന റെക്കോർഡ്, ഒരു മുന്നണിയെ തുടർച്ചയായി 2ാം വട്ടം അധികാരത്തിലേറ്റിയ മുഖ്യമന്ത്രി, 3ാം വട്ടം തുടർ ഭരണം ഉറപ്പാണെന്ന് അങ്ങ് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം? അതിന് കാരണം കേരളത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. നമ്മുടെ നാടും ജനങ്ങളും എന്താണോ ആഗ്രഹിക്കുന്നത് അത് നല്ല നിലയിൽ വിജയിപ്പിച്ചെടുക്കാൻ LDFനും സർക്കാരിനും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 2016 കേരളത്തിൻ്റെ അന്തരീക്ഷം എല്ലാ തരത്തിലും തകർന്നു കിടക്കുന്നൊരു നാടായിരുന്നു. ആ നാടിനെ ഇനി മാറ്റാനാവില്ല, ഇതിങ്ങനെയായിപ്പോയി എന്ന ചിന്തയിലായിരുന്നു ജനങ്ങളാകെ. LDFനെ അധികാരത്തിലേറ്റിയത് ഇതിന് മാറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്ന പ്രതീക്ഷയോടുകൂടി ആണ്. ജനങ്ങൾ അർപ്പിച്ച ആ വിശ്വാസം ശരിയായ രീതിയിൽ പാലിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി അന്നത്തെ ദുരവസ്ഥക്ക് വലിയ മാറ്റം വന്നു. അത് ദീർഘകാലം എടുത്തു വന്ന മാറ്റമല്ല. ഏതാനും നാളുകൾ കഴിയുമ്പോൾ തന്നെ ഒരു മാറ്റമുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി, അനുഭവപ്പെട്ടു. നമ്മുടെ നാട്ടിൽ പദ്ധതികൾ പ്രാവർത്തികമാക്കാനാവും. തള്ളപ്പെട്ടു പോയ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. തകർന്ന മേഖലയെ പുനർജീവിപ്പിക്കാനാവും. ഇതൊക്കെ ജനങ്ങളുടെ അനുഭവത്തിലുണ്ടായ കാര്യങ്ങളാണ്. അപ്പോൾ ജനങ്ങൾ ആ വിശ്വാസം നല്ലതുപോലെ LDFൽ അർപ്പിക്കുന്ന നില വന്നു. 5 വർഷമാകുമ്പോൾ അവർ നല്ല പുരോഗതിയാണ് പൊതുവെ കണ്ടത്. ഓരോ വർഷവും ജനങ്ങളുടെ അടുത്ത് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു പുത്തൻ മാതൃക LDF സർക്കാർ സ്വീകരിച്ചിരുന്നു. രാജ്യത്തെവിടെയും സ്വീകരിക്കാത്ത, ജനാധിപത്യം നിലനിൽക്കുന്ന ലോകത്തെവിടെയെങ്കിലും, ലോകരാഷ്ട്രങ്ങളിലെവിടെയെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മളെ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല. ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിൽ മുന്നണി വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കിയെന്ന് പറയുന്ന ഓരോ വർഷവും അവതരിപ്പിച്ചു. 2021 ആയപ്പോൾ ജനങ്ങൾ കണ്ടത് 600 വാഗ്ദാനങ്ങളായിരുന്നു പ്രകടന പത്രികയിലുണ്ടായിരുന്നു. അതിൽ 20 ഒഴികെ ബാക്കിയെല്ലാം നടപ്പാക്കാനായി. എന്നാൽ ഇത് മാത്രമല്ല,
നമ്മുടെ നാട്ടിൽ കടുത്ത ദുരന്തം, പ്രകൃതി ദുരന്തം ഈ കാലഘട്ടത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഓക്കിയും നിപ്പയും 2018 മഹാപ്രളയവും തൊട്ടു പിന്നാലെ അടുത്ത വർഷം തന്നെ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും പിന്നെ ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ്. അപ്പോൾ കേരളം അങ്ങ് തകർന്നടിഞ്ഞു പോകേണ്ട ഘട്ടമാണ്. നമുക്ക് നല്ല സഹായം ലഭിക്കണമായിരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, മഹാപ്രളയമൊക്കെ നേരിടുമ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായം നല്ലതുപോലെ ലഭിക്കും. പക്ഷെ നമുക്കതും ലഭിച്ചില്ല. നമുക്ക് സഹായം തരാമെന്ന് വാഗ്ദത്തം ചെയ്ത വിദേശ ഗവൺമെൻറ്റുകളുണ്ടായി, അത് സ്വീകരിക്കാൻ അനുവദിച്ചില്ല. ഇങ്ങനെ ഒരു പ്രത്യേക പകപോക്കലിന് നമ്മൾ ഇരയാകുകയാണ്. പക്ഷേ ഇതെല്ലാമായിട്ടും നമ്മുടെ അതിജീവനം ലോകവും രാജ്യവും ആശ്ചര്യത്തോടെയാണ് നോക്കിക്കണ്ടത്. എങ്ങനെയാണ് കേരളത്തിൽ ഇത് അതിജീവിക്കാനായത് എന്നത്. നമുക്കതിൽ ആശ്ചര്യമില്ല. കാരണം നാടും ജനങ്ങളും നല്ല ഒരുമയോടെയും ഐക്യത്തോടെയും നിന്നതിൻ്റെ ഭാഗമായാണ് നമുക്ക് ഈ തരത്തിൽ അതിജീവനം സാധ്യമായത്. അപ്പോൾ 2021 തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമല്ല, ഇത്തരത്തിൽ ഫലപ്രദമായി കേരളത്തിൽ ഇടപെട്ട ഗവൺമെൻറ്റിന് തുടർ ഭരണം സമ്മാനിക്കാമെന്നാണ് ജനങ്ങൾ കണ്ടത്. ആ കാലത്താണെങ്കിൽ ഗവൺമെൻറ് പലതരത്തിലുള്ള കെട്ടിച്ചമച്ച ആരോപണങ്ങൾക്ക് വിധേയരായി നിൽക്കുകയായിരുന്നു. പ്രതിപക്ഷം ബോധപൂർവം കൊണ്ടുവന്ന ആരോപണങ്ങൾ, അതിന് വിശ്വാസ്യത പകരാൻ കേരളത്തിൽ വട്ടമിട്ട് പറന്ന കേന്ദ്ര ഏജൻസികൾ, ഒരുപാട് നെറികേടുകൾ വിളിച്ചു പറയുന്ന അവസ്ഥ വന്നു. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. എന്നിട്ടും വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. അപ്പോൾ ജനങ്ങൾ അതൊന്നും മുഖവിലക്കെടുക്കാൻ പോയില്ല. 5 വർഷം മുൻപ് നൽകിയതിനേക്കാളും ഭൂരിപക്ഷം, നിങ്ങൾ പറഞ്ഞതുപോലെ 99 സീറ്റോടുകൂടി LDFനെ അധികാരത്തിലേറ്റാൻ ജനങ്ങൾ സന്നദ്ധമായി. അതിന് കാരണം ഇതാണ്. അതായത് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കൃത്യമായി കാത്തു സൂക്ഷിച്ചു. അത് LDFന് സാധിക്കുമെന്ന വിശ്വാസമാണ്. അതാണ് വഴിവെച്ചത്. ഇപ്പം ഇത്തവണ 3ാം ടേമിലേക്ക് കടക്കുമ്പോഴും ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. അതിൻ്റെ ഒരു കാരണവും ഇത് തന്നെയാണ്. അതിൻ്റെ തുടർച്ചയായി ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ 2021 തുടർഭരണം വന്നപ്പോൾ ഓരോ രംഗവും 2021 എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടും തുടങ്ങാൻ പറ്റി. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ വലിയ മാറ്റം വന്നു. ഇപ്പോൾ വ്യാവസായിക രംഗം 2016 ആരെങ്കിലും കേരളത്തിൽ കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകുമെന്ന് കണക്കാക്കൂ? അതിന് സാധ്യതയില്ലാത്തൊരു നാടാണ് കേരളം എന്നല്ലേ എല്ലാവരും കണക്കാക്കും. അതുകൊണ്ട് തന്നെ വ്യവസായങ്ങൾ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കും. പക്ഷേ നാടിനെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാം എന്നാരെങ്കിലും കണക്കാക്കി പ്രവർത്തനം തുടങ്ങും? സാധാരണ തുടങ്ങാറില്ല. പക്ഷേ LDF സർക്കാർ വേറൊരു വഴിക്കാണ് ചിന്തിച്ചത്. നമ്മുടെ നാടിന് എന്തുകൊണ്ട് നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിലേക്ക് വളർന്നുകൂടാ? ഇന്ത്യയിൽ തന്നെ എന്തുകൊണ്ട് 1ാം സ്ഥാനം നേടിക്കൂടാ? ഒറ്റ നോട്ടത്തിൽ അസാധ്യമാണെന്ന് തോന്നും. പക്ഷേ അസാധ്യമാണെന്ന് കണ്ട് തള്ളിക്കളയലല്ലോ ഗവൺമെൻറ്റിൻ്റെ ബാധ്യത. ഗവൺമെൻറ് അതിനുവേണ്ടി ശ്രമിക്കണമല്ലോ. ആ ശ്രമത്തിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ അതിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായി. അതുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്തു. ആ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പരിഹരിക്കാനുള്ള നടപടികളെടുത്തു. അതിനാണ് 7 നിയമങ്ങൾ ഭേദഗതി ചെയ്തു, 10 ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. ഇവിടെ നിക്ഷേപത്തിന് തയ്യാറായി വരുന്ന ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് അയാൾക്ക് ബോധ്യമായാൽ മറ്റ് ലൈസൻസിനൊന്നും കാത്തു നിൽക്കണ്ട. അയാൾക്ക് നിക്ഷേപം തുടങ്ങാം, വ്യവസായം ആരംഭിക്കുക. 3 വർഷം കൊണ്ട്
മറ്റ് ലൈസൻസുകളൊക്കെ സമ്പാദിച്ചാൽ മതി. അത് വാക്കാലല്ല, നിയമപ്രകാരം ഉറപ്പുവരുത്തി. ഇത്രയെല്ലാം ആകുമ്പോഴേക്ക് 2021 സാധാരണ പതിവനുസരിച്ചാണെങ്കിൽ പിന്നൊരു ഗവൺമെൻറ് വേറൊരു മുന്നണിയാണല്ലോ വരിക. അതെ അതെ, പതിവ് അതാണ്. പിന്നെ നേരെ വിപരീതമായ ദിശയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക. ഇവിടെ LDF തന്നെ അധികാരത്തിലേറ്റിയപ്പോൾ എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെയും തുടങ്ങാൻ കഴിയും. ബ്രേക്കപ്പ് ഉണ്ടായില്ല എന്നർത്ഥം. മൂന്നാം ടേം കിട്ടിയാൽ അങ്ങ് തന്നെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അത് എല്ലാ കാലത്തും പറയാനുള്ള മറുപടി തന്നെയാണ് അതിന് പറയാനുള്ളത്. ആ ചിന്തക്ക് നന്ദി. പക്ഷേ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, മുന്നണിയാണ്. പാർട്ടിയാണ് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. ആ തീരുമാനത്തിന് വിധേയനായിട്ടാണ് എല്ലാ കാലത്തും ഞാൻ പ്രവർത്തിക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പ്രചരണ കാര്യങ്ങൾക്ക് ഞാൻ കൂടി ഉണ്ടാകണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പ്രവർത്തന രംഗത്ത് ഞാനുണ്ട്. മറ്റു കാര്യങ്ങൾ ഇനി പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100 സീറ്റോടുകൂടി UDF വിജയം കൈവരിച്ചില്ലെങ്കിൽ അദ്ദേഹം വനവാസത്തിന് പോകുമെന്നാണ്. ഇതിനെപ്പറ്റി ഇപ്പം ഞാൻ പ്രതികരിക്കുന്നില്ല, പിന്നീട് ഞാൻ പ്രതികരിക്കാൻ നിർബന്ധിതനാകും ഞാൻ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞോളാം. അത് ഇപ്പോൾ പറഞ്ഞാൽ അത് കുറച്ച് കടുപ്പായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. പൊതുവെ നിയമസഭയിൽ ഇത്തവണ ഈ പ്രതിപക്ഷമായിട്ടൊരു വലിയ ഉരസലുണ്ടായിരുന്നു കേട്ടോ. പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തനത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണും? ഇതുപോലെ പരാജയപ്പെട്ടൊരു പ്രതിപക്ഷം ജനാധിപത്യ ചരിത്രത്തിൽ കാണാൻ കഴിയുമെന്ന് സംശയമാണ്. പ്രതിപക്ഷം എന്ന് പറയുന്നത് എന്തോ ബഹളം ഉണ്ടാക്കാനുള്ളൊരു സംഘം മാത്രമല്ല. പ്രതിപക്ഷം ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. ആ പ്രതിപക്ഷത്തിൻ്റെതായ റോൾ ഇവിടെ നിർവഹിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന്, കേരളം നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ദുരന്തങ്ങൾ. ആ ദുരന്തഘട്ടങ്ങളിൽ നമ്മുടെ നാടിനെ ശത്രുതാഭാവത്തോടെ കാണുന്ന കേന്ദ്രത്തിനെതിരെ അണിനിരക്കാൻ അവർ സന്നദ്ധമായില്ല. ആ പ്രശ്നത്തിൽ കേന്ദ്രത്തിനെതിരെയുള്ള അവരുടെ അണിനിരക്കൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, LDF ചില പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്തപ്പോൾ അവരെയും കൂടി വിളിച്ചു. കാരണം ഇത് LDFൻ്റെ ഒരു പ്രശ്നമല്ല, കേരളത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നമാകുമ്പോൾ കേരളത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ പ്രതിപക്ഷം UDF. അപ്പോൾ അവർ കൂടി അണിനിരക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് വേണ്ടത്. അതുകൊണ്ടാണ് അവരെ വിളിച്ചത്. നമുക്കൊന്നിച്ച് പ്രതിഷേധിക്കാം. വരാൻ തയ്യാറല്ല. കേരളത്തിൻ്റെ പ്രശ്നങ്ങളിലൊന്നും അവർ ഒപ്പം നിന്ന് സഹകരിക്കാൻ തയ്യാറല്ല, ഒരു ഘട്ടത്തിലും സഹകരിക്കാൻ തയ്യാറായി. പക്ഷേ നിരന്തരം ഒരു വാഗ്വാദം, ഏറ്റുമുട്ടൽ, എപ്പോഴും ഒരു ടെൻസ് അന്തരീക്ഷം ഉണ്ടാക്കുക, ആ ഒരു സമീപനമാണോ അവർ സ്വീകരിച്ചത്? അതിലും ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സാധാരണ നിലക്ക് പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാമല്ലോ. ഏറ്റവും ഒടുവിലത്തെ കാര്യം ഞാൻ പറയാം. ഏറ്റവും അവസാനത്തെ സമ്മേളനം, അതിനുശേഷം ഇനി കഴിഞ്ഞ നിയമസഭയുടെ സമ്മേളനം ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ സമ്മേളനത്തിലാണ് സാധാരണ ഒരു പ്രതിപക്ഷം ഭരണപക്ഷത്തെ അങ്ങനെ വല്ലാതെ ആക്രമിക്കുക. അതെ, ഒരു ഭരണപക്ഷത്തെ എരിപരി കൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും ഈ വിമർശനങ്ങളുടെ കൊണ്ട്. വലിയ ആക്രമണങ്ങളൊക്കെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ വരും എന്നുള്ള കണക്കാക്കലിലാണല്ലോ ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. എന്താ ഉണ്ടായത്? നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. അടിയന്തര പ്രമേയം ഒന്നും ഉണ്ടായില്ലല്ലോ. അത് അവതരിപ്പിക്കാൻ അവസരം ഉണ്ടായിട്ടും ഒന്നും ഉണ്ടായില്ലല്ലോ. അതായത് ചർച്ച പിന്നെ പൊതുവായ ചർച്ച 2 കാര്യങ്ങളുണ്ടല്ലോ. നയപ്രഖ്യാപനത്തിലുണ്ട്, ബജറ്റ് അവതരിപ്പിച്ചതിലുണ്ട്. 3 ദിവസം വീതമാണല്ലോ, 6 ദിവസം ചർച്ചയുണ്ടല്ലോ. ആ ചർച്ചയ്ക്ക് അവർ സന്നദ്ധമായില്ലല്ലോ. നയപ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിൽ 1 ദിവസം പങ്കെടുത്തു എന്ന് പറയാം. പക്ഷേ 2 ദിവസം ബഹിഷ്കരിച്ചു. തീരെ മറ്റേ ബജറ്റിൻ്റെ കാര്യത്തിൽ 1 ദിവസം ഉണ്ടായില്ല. അങ്ങേക്ക് ദീർഘകാലത്തെ അനുഭവം ഉള്ളതുകൊണ്ട് മുൻകാലങ്ങളിലൊന്നും ഇങ്ങനെ പ്രതിപക്ഷം പെരുമാറിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തെ അങ്ങ് വല്ലാതെ കടന്നാക്രമിക്കുന്ന ഒരു ഘട്ടമല്ലേ അത്. ആ ഒരു കാര്യവും അവർക്ക് പറയാനില്ലല്ലോ. പറയാനില്ലാത്തതുകൊണ്ടല്ലേ, പറഞ്ഞാൽ അതിന് മറുപടി കിട്ടുമല്ലോ, അതുകൊണ്ടല്ലേ പറയാതിരുന്നത്. ഇനി മറ്റൊരു ഭാഗം, സാധാരണ നിലക്ക് ഈ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് ആ മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങളുണ്ടെങ്കിൽ ഉന്നയിക്കേണ്ട സമയമാണത്. അതെ, അത് എഴുതി കൊടുത്ത് ഉന്നയിക്കുന്ന നില പ്രതിപക്ഷം സ്വീകരിക്കും.
ഈ ചിലപ്പോൾ വസ്തുതയൊന്നും ഇല്ലെങ്കിലും ഒരു പുകമറ സൃഷ്ടിക്കാനും ആരോപണം ഉന്നയിക്കും. ഒരാരോപണം ഉന്നയിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ്? ആരോപണമില്ല. ആരോപണം ഉന്നയിക്കാനുള്ള ശക്തിയില്ല. അതല്ലേ വസ്തുത. ഇങ്ങനൊരു അവസ്ഥ കേരളത്തിലുണ്ടായല്ലോ. അല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു കാര്യവും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണ നിലക്ക് അവസാന ഘട്ടത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. അതെ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതിനൊക്കെ അവസരമുണ്ടല്ലോ. കാരണം ഗവൺമെൻറ്റിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ അതവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പോലും ഈ അവിശ്വാസ പ്രമേയം വന്നാൽ പിന്നെ നല്ല ദീർഘമായി മറുപടി പറയാനല്ലേ, അത് കേട്ടോ. അതായത് ഭരണപക്ഷം ചെയ്ത കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം അവരെ ഭയപ്പെടുത്തി. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആ തരത്തിൽ ഉള്ളൊരു പ്രതിപക്ഷമാണ് നമ്മുടെ നാട്ടിൽ. വളരെ നിസ്സഹായ അവസ്ഥയിലായ ഒരു പ്രതിപക്ഷത്തെയാണ് കാണാൻ കഴിഞ്ഞത്. അതാണ് യഥാർത്ഥ വസ്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പാകുമ്പം രാഷ്ട്രീയമാണല്ലോ. യഥാർത്ഥത്തിൽ LDFിൻ്റെ പ്രധാന എതിരാളി UDF ആണോ NDA ആണോ? അതിനൊരു സംശയമില്ല. ഇവിടുത്തെ അവസ്ഥയിൽ നമ്മുടെ കേരളത്തിൽ ഒരു സീറ്റും BJP നേടാൻ പാടില്ല. അതാണ് ഞങ്ങൾ കാണുന്നത്. അതേസമയം ശക്തിയുടെ കാര്യത്തിൽ UDF ആണ് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFനെ പ്രധാനമായിട്ട് എതിർക്കുന്ന നിലയാണ് സ്വീകരിക്കുക. BJP 4-5 സീറ്റുകളിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് അവർ. ഒരു സീറ്റും അവർക്ക് നേടാനാകില്ല എന്ന വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. ഇതിനിടയിൽ മറ്റൊരു കാര്യം പറയുന്നത്, ഇപ്പം അങ്ങ് ഡൽഹിയിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ പോകുമ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കാണാറുണ്ട്. അന്നേരം നിങ്ങൾ തമ്മിലെല്ലാം ഭയങ്കര അടുപ്പമാണ് എന്ന് പൊതുവെ കാണുമ്പോൾ തോന്നും. അതൊരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നുള്ള അടുപ്പമായിരിക്കുക. പക്ഷേ കോൺഗ്രസ് ആരോപിക്കുന്ന ഒരു അന്തർധാരയുണ്ടെന്നാണ്. അതെ, അതായത് ഇപ്പോൾ നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലക്ക് സ്വീകരിക്കാൻ ഞാൻ പോകാറുണ്ട്. അതെ, സാധാരണ നല്ല നിലക്ക് സ്വീകരിക്കാറുണ്ട്. അവരെടുക്കുന്ന ഫോട്ടോകളിലൊക്കെ ആ ചിത്രങ്ങൾ നല്ലതുപോലെ വരാറുണ്ട്. അതിനോടൊപ്പം ചില നിവേദനങ്ങൾ കൊടുക്കാൻ വേണ്ടി ഡൽഹിയിൽ പോയാൽ അദ്ദേഹത്തെ കാണാറുണ്ട്. നല്ല നിലക്ക് സ്വീകരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതിൻ്റെ ഫോട്ടോവും വരാറുണ്ട്. നമ്മുടെ അനുഭവം എന്താണ്? അതാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. കേരളത്തിൻ്റെ ഏതെങ്കിലും കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ദുരന്തത്തിൻ്റെ കാര്യത്തിലില്ല. കേരളത്തിന് വിഹിതം അനുവദിക്കുന്ന കാര്യത്തിൽ കേരളത്തിൻ്റെ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യ 2.5 ആണ്. ആ 2.5% ജനസംഖ്യയുള്ള നമ്മുടെ കേരളത്തിന് കിട്ടുന്ന നികുതി വിഹിതം 1.9 ആണ്. അപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് നികുതി വിഹിതം നമുക്ക് ലഭിക്കുന്നില്ല. മാത്രമല്ല, നമുക്ക് സാധാരണഗതിയിൽ എടുക്കാൻ അർഹതയുള്ള കടമുണ്ട്. ആ വായ്പ എടുക്കാൻ അനുവദിക്കുന്നില്ല. നമ്മൾ എങ്ങനെ സാമ്പത്തികമായി ഞെരുക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അതിൻ്റെ ഭാഗമായി കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ കടപരിധിയിൽപ്പെടുത്തുക. ഇതിനെല്ലാം എതിരെയാണ് നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിക്ക് അതിൽ കേസുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഇപ്പോൾ അത് ആ ബെഞ്ചിൻ്റെ പരിഗണനയിലിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യരംഗം എടുത്താൽ എയിംസിന് അർഹതയില്ല എന്നാരെങ്കിലും പറയും. പക്ഷേ എയിംസ് നമുക്ക് ലഭിച്ചോ? ഇതുവരെ ലഭിച്ചില്ല. ഓരോ വർഷവും നമ്മൾ ഈ 10 വർഷവും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി എന്ന നിലക്ക് കണ്ട് നല്ല ചിരിച്ചിരിച്ച് നല്ലതുപോലെ ഒരു ഫോട്ടോ വന്ന്, അതുകൊണ്ട് നമുക്കെന്ത് കാര്യം? കേരളത്തിന് എന്ത് കാര്യം? അതേസമയം നിതിൻ ഗഡ്കരിയെ പോലുള്ള കേരളത്തോട് കുറേ താല്പര്യം കാണിക്കുന്ന മന്ത്രിമാരും ഇല്ലേ? അല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുവായ സമീപനം ഇതാണല്ലോ. നിതിൻ ഗഡ്കരി പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലക്ക് നാഷണൽ ഹൈവേ വരുന്നതിന് വേണ്ടി ആ ഘട്ടത്തിൽ ഇടപെട്ടു എന്നുള്ളത് ശരിയാണ്. അത് നല്ല നിലക്ക് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒത്തുതീർപ്പുണ്ടായത്. ആ ഒത്തുതീർപ്പിലാണല്ലോ 25% നമ്മൾ കൊടുക്കേണ്ടി വന്നത്. 25% കേരളം മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് പിന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. അത് ആ വസ്തു തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ അനുഭവം വ്യത്യസ്തമാണല്ലോ. രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനം നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലമെടുക്കാൻ പണം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കേരളം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കേരളത്തോട് കാണിക്കുന്നൊരു പ്രത്യേക വിവേചനമല്ലേ അത്? ആ നിലപാടാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയപാതയുടെ വികസനത്തിൽ കേരളത്തിനൊരു റോളുണ്ടെന്ന് പറയുമ്പം അതിനെ പരിഹസിക്കുന്ന ഒരു സമീപനം അവർ കാണിക്കാറുണ്ട്. പക്ഷേ ഇത്രയും ഒരു വസ്തു ഏറ്റെടുക്കുന്നതിൽ ഉൾപ്പെടെ ഒരു റോള് വഹിച്ചു എന്നുള്ളത് അംഗീകരിക്കുന്നുമില്ല. 5640 കോടി രൂപയാണ് നേരെ കൊടുത്തത്. ആ പണം നമ്മൾ കിഫ്ബിയിൽ നിന്ന് എടുത്തതാണ്. ആ കടം സംസ്ഥാനത്തിൻ്റെ കടമായിട്ട് കണക്കാക്കുന്നു.
അപ്പോൾ എന്തായി? ഈ 6000 കോടി രൂപ 5640 6000-ത്തിനടുത്താണല്ലോ. ഈ 5640 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വികസന കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റും. അത് പറ്റിയില്ല. അത് അവർക്ക് കൊടുത്തു, നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തു. 5640 കോടി കിഫ്ബിയിൽ നിന്ന് എടുത്തതായതുകൊണ്ട് അത് കടത്തിൻ്റെ പരിധിയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ കടമെടുക്കുന്ന 5640 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾക്ക് ചെലവഴിക്കേണ്ടതാണ്. അതും സാധിക്കുന്നില്ല. 12000 കോടി രൂപയുടെ ബാധ്യതയാണ് നമുക്ക് വരുന്നത്. 12000 കോടി രൂപ നമ്മുടെ വികസന കാര്യങ്ങൾക്ക് ചെലവഴിക്കാനുള്ളത് ചെലവഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളെ ആക്കുകയാണ്. നമ്മൾ ആ കാര്യം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചൂണ്ടിക്കാണിച്ചു. ഇത് അനീതിയാണ്. ഈ 5640 കോടി രൂപ നിങ്ങൾക്ക് തന്നതാണ്. അതിൻ്റെ ഭാഗമായി അതിൽ ഇളവനുവദിക്കണം. ആ തുക ഞങ്ങൾക്ക് എടുക്കാൻ അനുവാദം വേണം. പൊതു മാർക്കറ്റിൽ നിന്ന് കടമായിട്ട് എടുക്കാൻ അനുവാദം വേണം. അതും തന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക വിവേചനം, നമ്മളെ ഞെരുക്കുന്ന രീതിയിലുള്ള സമീപനം, സാമ്പത്തികമായി ഞെരുക്കുക, ശ്വാസം മുട്ടിക്കുക, ആ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നടത്തുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ വളരെ രണ്ട് മുന്നണികളിലും ഉണ്ടായി. പ്രത്യേകിച്ച് CPM-ൻ്റെ ശക്തി ദുർഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആലപ്പുഴയിലും കണ്ണൂരിലുമൊക്കെ പാർട്ടിയുടെ വളരെ സീനിയറായിട്ടുള്ള 1-2 നേതാക്കൾ പാർട്ടി വിട്ടു പോവുകയും UDF-ൻ്റെ പിന്തുണയോടെ സ്ഥാനാർത്ഥിയാകുകയും ചെയ്യുന്നു. ഇത് പാർട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ ദോഷം ചെയ്യില്ലേ? ഇത് സാധാരണ നിലക്ക് പാർട്ടിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് അങ്ങനൊരു കാര്യം സംഭവിക്കേണ്ട പാർട്ടിയല്ല CPIM. പക്ഷേ കാലത്തിൻ്റെ ഒരു മാറ്റം നമ്മുടെ മുതിർന്ന ചില ആളുകൾക്ക് പോലും ഇവിടെ മത്സരിക്കണം തോന്നുകയാണ്. ഇപ്പോൾ G. സുധാകരൻ പറയുന്ന കാര്യം അദ്ദേഹത്തെ അവഗണിക്കുന്നുവെന്നാണ്. അതെ, അദ്ദേഹത്തിന് എല്ലാ പരിഗണനയും കൊടുത്തൊരു പാർട്ടിയാണ് ഈ പാർട്ടി. ഒരു ഘട്ടത്തിലും അവഗണനയുടെ പ്രശ്നം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായി അദ്ദേഹം വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ തന്നെ ഭരണരംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായി പാർട്ടിയെ നല്ല നിലക്ക് കാണേണ്ട അദ്ദേഹം പറയുന്നത് തന്നെ അവഗണിച്ചു എന്നാണ്. 75-ാം വയസ്സിലാണ് അദ്ദേഹം പാർട്ടിയുടെ സംഘടനാ ചുമതലകളിൽ നിന്ന് ഒഴിവാകുന്നത്. ഇത് പാർട്ടി പൊതുവിൽ അംഗീകരിച്ച ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചൊരു കാര്യമാണ്. 75 വയസ്സായ ഒട്ടേറെ പ്രമുഖർ, നല്ല രീതിയിൽ പാർട്ടിക്ക് സംഭാവന ചെയ്തവർ, ഇനിയും സംഭാവന ചെയ്യാൻ കഴിയുന്നവർ യഥാർത്ഥത്തിൽ വിരമിച്ചിട്ടുണ്ട്. കാരണം പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാതെ നിൽക്കുന്നുണ്ട്, വിവിധ കമ്മിറ്റികളില്ലാതെ നിൽക്കുന്നുണ്ട്. ഇതേതെങ്കിലും ഒരാൾക്ക് ബാധകമായൊരു കാര്യമല്ല, എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. എല്ലാവർക്കും ബാധകമായൊരു കാര്യം G. സുധാകരന് ബാധകമാക്കിയപ്പോൾ അത് തന്നെ അവഗണിക്കലാണ് എന്നെങ്ങനെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്? CM ഇടപെട്ടിരുന്നെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളെന്നുള്ള വർത്തമാനങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അതൊക്കെ പുറത്തുള്ളൊരു തോന്നലാണ്. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഇങ്ങനെയൊരു നിലപാടെടുക്കുമെന്ന് എൻ്റെ മനസ്സിലൊരു സംശയമേ ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം മുതിർന്നൊരു സഖാവാണല്ലോ. എങ്ങനെയായാലും ദീർഘകാല പരിചയസമ്പത്ത്. അതെ, അതിൻ്റെ ഒന്നും ഭാഗമായിരുന്നു. പിന്നെ സുധാകരൻ പറയുന്ന രീതികളൊക്കെ എല്ലാവർക്കും അറിയാലോ, പ്രത്യേക രീതിയിലൊക്കെ പറയുമല്ലോ. അതൊക്കെ അദ്ദേഹത്തിന് എല്ലാ കാലത്തും അനുവദിച്ചു കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമെന്ന് ആരും കണക്കാക്കുന്നില്ല. അതാണ് അദ്ദേഹത്തെ പറ്റിയുള്ള CM വിളിച്ചു നോക്കിയായിരുന്നു എൻ്റെ ഒരു വിലയിരുത്തൽ. വിളിച്ചു നോക്കിയായിരുന്നു. അതെ, അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പലതും നാട്ടിൽ കേൾക്കുന്നുണ്ടെങ്കിലും ഞാനത് മുഖവിലക്ക് എടുക്കുന്നില്ല. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ ഇതൊരു സീരിയസ് ആണ് എന്നുള്ള മട്ട് വന്നു. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ വിളിക്കാൻ തോന്നുകയാണ്. അങ്ങനെ വിളിക്കുന്നു. വിളിച്ചപ്പോൾ ഫോൺ എൻഗേജ്ഡാണ്. അദ്ദേഹത്തെ കിട്ടിയില്ല. കിട്ടാതിരുന്നത് സ്വാഭാവികമാണല്ലോ. പിന്നെ ഫോൺ എൻഗേജ്ഡ് ആയത് അദ്ദേഹം ശ്രദ്ധിച്ചില്ലെങ്കിൽ വിളിക്കുന്നത് റെക്കോർഡ് ചെയ്യും, നമ്പർ അതിൽ കാണുമല്ലോ. പക്ഷേ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലും എന്നുള്ളത് രണ്ടാമത് ഞാൻ വിളിച്ചു കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ റിങ് പോയി, അദ്ദേഹം എടുത്തില്ല. മൂന്നാമതും ഞാൻ വിളിച്ചു, അദ്ദേഹം എടുത്തില്ല. അപ്പോൾ എനിക്ക് തോന്നി അത് കോൾ എടുക്കാതിരിക്കുന്നതാണ്.
എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കണം എന്ന് തോന്നി. അതിനെന്താണ് വഴിയെന്ന് ആലോചിച്ചു. അപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസറും അവിടെയുള്ള സഖാക്കളും കൂടി സുധാകരനെ വീട്ടിൽ പോയി കാണുന്നുണ്ട്. അവർ കാണുമ്പോൾ നാസർ സുധാകരനോട് ചോദിച്ചു, മുഖ്യമന്ത്രി ഇങ്ങനെ വിളിച്ചല്ലോ, നിങ്ങൾ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് ശരി. എല്ലാം വിളിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു എന്ന് നാസർ പറഞ്ഞു. അല്ല, എന്നെ വിളിച്ചില്ല, ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ വിളിക്കാം, ഞാൻ വിളിച്ചു തരാം എന്ന് നാസർ പറഞ്ഞു. വേണ്ട, ഇപ്പോൾ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമായി. മനസ്സിലായി. ഇതാണ് സംഭവിച്ചത്. കണ്ണൂരിലെ കാര്യത്തിൽ ടി കെ ഗോവിന്ദൻ ഇവിടെ ആലപ്പുഴയുടെ കാര്യത്തിൽ ആലപ്പുഴയിൽ സുധാകരൻ നേരത്തെ പാർട്ടി നേതാവായിരുന്നയാളാണ്. അതെ. ഇപ്പോൾ തീർത്തും വർഗവഞ്ചന കാണിച്ച് പാർട്ടി എതിരാളികളുടെ ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുകയാണ്. അതാണിപ്പോൾ സംഭവിച്ചത്. അങ്ങനെ പാർട്ടിക്ക് കാണാനും പറ്റും. അങ്ങനെ അല്ല, അതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പാർട്ടി എങ്ങനെ ബാധിക്കും, അതാണല്ലോ പ്രശ്നം. അതങ്ങനെ ബാധിക്കുന്നൊരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് ആലപ്പുഴയിലെ പാർട്ടി. ആലപ്പുഴ പുന്നപ്രവയലാറിൻ്റെ മണ്ണല്ലേ? അതെ. വീരേതിഹാസം രചിച്ച സഖാക്കളല്ലേ അവിടുത്തെ പാർട്ടിയുടെ ഒരു രീതി ഒരു വ്യതിയാനത്തിനും വിധേയരാകാത്തൊരു സഖാക്കളാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം വല്ലാത്ത വീര്യം പ്രകടിപ്പിച്ച് പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന സഖാക്കളും ജനങ്ങളുമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ സുധാകരൻ്റെ നിലപാട് വലിയ തോതിൽ തള്ളിക്കളയുന്ന നില ആലപ്പുഴയിലെ സഖാക്കളും ജനങ്ങളും സ്വീകരിക്കുമെന്ന കാര്യമാണ് ഞാൻ ഉറപ്പായി കരുതുന്നത്. അദ്ദേഹം ആദ്യം അങ്ങയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ മൂന്നാമതും വരുന്നത് നല്ലതാണെന്നുള്ള രീതിയിലൊരു പ്രതികരണം നടത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം വീണ്ടും അത് തിരുത്തി, അത് ശരിയല്ല, വിഫലമാണ് ആകത്തെയുള്ളെന്നൊരു കമൻറ്റും കൂടെ കഴിഞ്ഞ ദിവസം അടിക്കുകയുണ്ടായി. അതിപ്പോൾ തുടക്കമാണ്. ഇപ്പോൾ അദ്ദേഹം ചെന്നുപെട്ട ക്യാമ്പിൽ നിന്നുകൊണ്ട് ഇനി പറയാൻ പോകുന്നതെല്ലാം നേരത്തെ സ്വീകരിച്ച നിലപാടിന് തീർത്തും വിരുദ്ധമായ കാര്യമായിരിക്കും. കാരണം ആ തരത്തിലുള്ള ഒരാളായി സുധാകരൻ മാറിക്കഴിഞ്ഞു. അതിന് സ്വയം തല വെച്ചു കൊടുത്തു. അപ്പോൾ ഇനി അത് മാത്രമേ സുധാകരൻ നിന്ന് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. കണ്ണൂരിലെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രതീക്ഷിച്ചിരുന്നതാണോ? കണ്ണൂരിൽ ഇതുപോലെ തന്നെയുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ടി കെ ഗോവിന്ദൻ മാസ്റ്ററുടെ നിലയാണ് വിചിത്രമായിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ അവരവർ മാത്രം വിചാരിച്ചാൽ പോരാലോ. അദ്ദേഹം തന്നെ പറയുന്നത് ആലോചന നടത്തുന്ന ആ യോഗത്തിൽ തൻ്റെ പേരൊരാളും പറഞ്ഞില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടായാൽ മാത്രം മതിയോ? അതെ. മറ്റുള്ളവർക്കും ഇയാൾ ആ സ്ഥാനത്തേക്ക് പറ്റുമെന്ന് തോന്നണ്ടേ? അങ്ങനെ തോന്നാതിരുന്നതിന് പാർട്ടിയോട് ഗർവിച്ചിട്ട് കാര്യമുണ്ടോ? പാർട്ടി വിട്ടുപോകേണ്ട കാര്യമുണ്ടോ? താൻ ഇതേവരെ പ്രവർത്തിച്ച പാർട്ടിക്കെതിരെ നീങ്ങേണ്ട കാര്യമുണ്ടോ? ശത്രുവിൻ്റെ കയ്യിലെ കോടാലിയായി മാറേണ്ട കാര്യമുണ്ടോ? അല്ല, ഇവരൊക്കെ പോയി. ഇപ്പോൾ കണ്ണൂരിൽ കുഞ്ഞികൃഷ്ണൻ്റെ വിഷയമുണ്ട്, ഇപ്പോൾ ആലപ്പുഴ. ഇതൊക്കെ പാർട്ടിയെ ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ? ഇതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം കണ്ണൂരിലെ പാർട്ടി ഇതുപോലുള്ള ഒരു ഒട്ടേറെ പ്രതിസന്ധികൾ വിവിധ ഘട്ടങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ പാർട്ടിയുടെ നിലപാടുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പൊതുവായ അനുഭവം. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ മത്സരിച്ചതിനെ ചൊല്ലിയും വിവാദമുണ്ട്. പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭാര്യ എന്ന് പറയുന്നത് കേവലം ഒരു വീട്ടമ്മ മാത്രമായിട്ടിരിക്കുന്നൊരു സ്ത്രീയല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ധാരാളം പൊതുരംഗത്ത് വരികയല്ലേ, വലിയ തോതിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ, പല സ്ഥാനങ്ങളും വഹിച്ച് പ്രവർത്തിക്കുന്നവരല്ലേ. എന്നാൽ കുറേ സ്ത്രീകൾ വീട്ടമ്മമാരായിട്ട് മാത്രം നിൽക്കുന്നവർ ഇപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെയൊരു വീട്ടമ്മ മാത്രമായിട്ട് കഴിയുന്നവരല്ലല്ലോ ശ്യാമള ടീച്ചർ. അവർ നല്ല രീതിയിൽ രാഷ്ട്രീയ രംഗത്ത് നേരത്തെ മുതൽക്കേണ്ട്. ചെറുപ്പം മുതലേ അവരുടെ കല്യാണം നടക്കുന്നതിന് മുൻപ് തന്നെ അവർ പൊതുരംഗത്തുണ്ട്, DYFI രംഗത്തുണ്ട്, പാർട്ടി രംഗത്തുണ്ട്. പടിപടിയായി പിന്നീട് ഉയർന്നു വന്നിട്ടുണ്ട്. പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്.
തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അംഗത്വം ഭാരവാഹിത്വം എല്ലാം വഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്രവർത്തനത്തിൻ്റെ അനുഭവമാണല്ലോ. അപ്പോൾ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അവർ കണ്ടു ഒരു മഹിളയാവട്ടെ അവിടെ സ്ഥാനാർത്ഥി. തളിപ്പറമ്പിൽ മഹിളയാകട്ടെ എന്നൊരു നിലപാടെടുക്കുമ്പോൾ ആ മഹിള ആര് എന്ന പ്രശ്നമാണല്ലോ പിന്നെ വരിക. അപ്പോൾ തളിപ്പറമ്പിലെ സഖാക്കളി എടുത്താൽ അവിടെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മഹിളാ സഖാവാണ് ശ്യാമള. അതുകൊണ്ട് തന്നെ ശ്യാമള ടീച്ചർ സ്ഥാനാർത്ഥിയാവട്ടെ എന്ന് അവിടെ എല്ലാവരും കൂടി പറയുന്നു. അതല്ലേ ഉണ്ടാകുന്നത്. അതിനകത്തൊരു അസ്വാഭാവികതയില്ലല്ലോ. അത് ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ ആയതുകൊണ്ടല്ല, അവർ പ്രവർത്തിച്ചു വന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല നിലക്ക് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പേര് പറയുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് പോകാതിരിക്കുന്ന കാര്യത്തിൽ കുറെ കൂടെ ഒരു ജാഗ്രത ആവശ്യമല്ലേ? പ്രത്യേകിച്ചും പറയാറുണ്ട് കോടിയേരി സഖാവ് ഉണ്ടായിരുന്നതിന് ഇങ്ങനെ വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കോടിയേരി സഖാവിൻ്റെ പ്രശ്നം ഇതുമായിട്ട് ബന്ധിപ്പിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നഷ്ടം ഞങ്ങൾക്ക് വളരെ വിയോഗം ഉണ്ടാക്കിയൊരു കാര്യമാണ്, വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിയോഗം കൊണ്ട് മാത്രം സംഭവിക്കുന്നില്ല. അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ഉണ്ടായാലും വേറൊന്നും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അതിന് മറ്റെന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണുന്ന ഒരാളല്ല ഞാൻ. യഥാർത്ഥത്തിൽ പ്രശ്നം കോടിയേരിയുടെ ഇല്ലായ്മയല്ല. കോടിയേരിയുടെ ഇല്ലായ്മ ഞങ്ങളെ പൊതുവിൽ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതിൽ തർക്കമില്ല കേട്ടോ. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതൊരു വരുന്ന മൂല്യച്യുതിയാണ്. നമ്മുടെ ഉത്തരവാദപ്പെട്ട സഖാക്കളിൽ പോലും വല്ലാത്ത വ്യാമോഹം, പാർലമെൻ്ററി വ്യാമോഹം കടന്നുകൂടുന്നു എന്നുള്ളതാണ്. അത് തൻ്റെ പേരാരും പറയുന്നില്ലാലോ, എന്നാൽ പിന്നെ താൻ എതിരാളിയുടെ പിന്തുണ വാങ്ങി മത്സരിച്ച് കളയാം എന്നാലോചിക്കുന്ന നില വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത്. പാർട്ടി ക്ലാസ്സുകളുടെ അഭാവമുണ്ടോ? പാർട്ടി ക്ലാസ്സൊക്കെ വേണ്ടതിലധികം നടക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് മാത്രം ഇതിനെ നേരിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അനുഭവം. ഇവരെല്ലാം പാർട്ടി ക്ലാസ് നടത്തുന്നവരുമായിരിക്കും. പാർട്ടി ക്ലാസ് കൊടുക്കുന്നവർ തന്നെ ഈ നിലയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. CM ഇത്തരം കാര്യങ്ങളിലും ഇപ്പോൾ CM ആയതുകൊണ്ട് പാർട്ടി കാര്യങ്ങളിൽ അത്തരം ഉണ്ടാവുമല്ലോ അല്ലേ? പാർട്ടി കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കാനാവില്ലല്ലോ. പാർട്ടി സംഘടനാ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഞാൻ കൂടി അതിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ ഉണ്ടാകാറുണ്ട് എന്നല്ലാതെ മറ്റ് ദൈനംദിന കാര്യങ്ങളിൽ നേരത്തെ ഉള്ളതുപോലെ എനിക്ക് ശ്രദ്ധിക്കാനാവില്ലല്ലോ. ഇതിൻ്റെ അതൊരു തമാശ കലർന്നൊരു കാര്യം, ഈ അങ്ങിപ്പോൾ പാർട്ടിയിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്തൊരു നേതാവാണ്. അങ്ങ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു എനിക്ക് ആകെ ഭയമുള്ളത് പാർട്ടിയെ മാത്രമേ ഉള്ളൂ. ഒരു തമാശയായിട്ട് പറയുന്ന പാർട്ടിയും സർക്കാരും അങ്ങ് തന്നെയാണെന്ന്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതൊക്കെ എതിരാളികളുടെ ചില രീതികളാണല്ലോ. നമ്മൾ പാർട്ടിയുടേതായ രീതികളുണ്ടല്ലോ. പാർട്ടിയിൽ ആരും അപ്രമാദിയല്ല, അല്ല, പാർട്ടിക്ക് കീഴ്പ്പെട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഒരു പൊതുവായ രീതി. അത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ എല്ലാം കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഇപ്പോൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന് കഴിഞ്ഞ ഗവൺമെൻറ്റും അന്നേരം ഉള്ളിൽ തട്ടിയ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണും. ഇത് ചെയ്തപ്പോൾ ഒരു ഭയങ്കരമായ സംതൃപ്തി തോന്നിയ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. അല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാട് അതിദാരിദ്ര്യമുക്തമായി എന്നുള്ളത് തന്നെയാണ്. ആണ്. അതിദാരിദ്ര്യമുക്തമാക്കുക എന്നുള്ളത് ഈ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്തിന് ഏറ്റെടുക്കാനായോ? കേരളത്തിന് മാത്രമല്ലേ ഇത് കഴിഞ്ഞുള്ളൂ. അതിദാരിദ്ര്യമുക്തമായതിന് ശേഷം രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനം അത്തരം ഒരു പദ്ധതി ഏറ്റെടുത്തോ? അവിടെയാണ് LDFൻ്റെ പ്രത്യേകത നിൽക്കുന്നത്. ഇതൊക്കെ LDFൻ്റെ പ്രത്യേകതയാണ്, എൻ്റേതായ വ്യക്തിപരമായൊരു കാര്യമല്ല. LDF എന്ന മുന്നണിക്ക് ജനങ്ങളോട് വലിയ പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധതയുടെ ഭാഗമായി പാവപ്പെട്ടവരെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ തയ്യാറാകുന്നത്. ഈ 64,006 കുടുംബങ്ങൾ, അവരെ ഓരോ കുടുംബത്തെയും പ്രത്യേകം എടുത്ത് അതിദാരിദ്ര്യമുക്തമാക്കുകയായിരുന്നു. 64,006ാമത്തെ കുടുംബവും അതിദാരിദ്ര്യമുക്തമായപ്പോഴാണ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിച്ചത്. അങ്ങേയറ്റം സന്തോഷം നൽകുന്ന കാര്യമല്ലേ. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഒരു വീട് ആഗ്രഹിക്കുന്നവർ, ആ വീട് ആഗ്രഹിച്ച് അതൊരു സ്വപ്നമായി കൊണ്ടുനടന്ന് ആ സ്വപ്നത്തോടെ തന്നെ മണ്ണടിഞ്ഞു പോവുകയായിരുന്നു. 2016 ഒരു പ്രത്യേകതയുണ്ടായത്, ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ഞാനിരിക്കുന്ന ആ മുറിയിൽ ഒരുപാട് അപേക്ഷകർ വരുമായിരുന്നു. ആ അപേക്ഷയിൽ ധാരാളം ഈ വീട് വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ സെക്രട്ടറിയേറ്റിൻ്റെ മുമ്പിൽ തന്നെയുള്ള എഴുത്തുകാരുണ്ടല്ലോ, അവരെഴുതി കൊടുക്കുന്ന അപേക്ഷയായിട്ടാണ് പലരും വരുന്നത്. അപ്പം ഞാനിത് വളരെ പുതിയൊരു അനുഭവമായിട്ടാണല്ലോ എൻ്റെ നിലയിൽ. ഞാൻ പറഞ്ഞു, ഇതെന്താണ് ഇങ്ങനെ
ഒരുപാട് ആളുകൾ ഇത് ചോദിക്കുകയാണല്ലോ. അപ്പോൾ അന്ന് വളരെ മികവാർന്ന രീതിയിൽ എന്നെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു നമുക്കിതിനെ ഒരു പദ്ധതി തയ്യാറാക്കാം. അത് ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണ് ലൈഫ് മിഷൻ എന്ന പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് 5 ലക്ഷം വീടുകൾ കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ 5 ലക്ഷം വീട് ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 5 ലക്ഷം വീട് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 4 ആളാണെങ്കിൽ 20 ലക്ഷം ആളായില്ലേ. അവരുടെ ആത്മാഭിമാനത്തിന് തന്നെ മാറ്റം വരികയാണ്. അവരൊരു പുതിയ ആളായിട്ട് മാറുകയാണ്. ആ വീട്ടിൽ താമസിക്കുന്നതോടുകൂടി വലിയ അന്തസ്സുറ്റ ഒരു രീതിയിലേക്ക് അവർ മാറുകയല്ലേ. അതുണ്ടാക്കിയ സന്തോഷം അത് വളരെ വലുതാണല്ലോ. അങ്ങനെ പാവപ്പെട്ടവരുടെ കണ്ണിൽ വരുന്ന ആ സന്തോഷത്തിൻ്റെതായ ആ നിമിഷങ്ങൾ അത് വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. CM തന്നെ നേരിട്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഈ മറ്റുള്ളവരെ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ വീട്ടിലുള്ളവരെ ആക്രമിക്കുന്നതിനോട് ഒരു കാലത്തും യോജിക്കാത്ത ഒരു നേതാവാണ് അങ്ങ്. ഇപ്പോൾ തന്നെ ഈ സംസ്ഥാന മന്ത്രിസഭയിലെ വളരെ മികച്ച മന്ത്രിമാരിൽ ഒരാളാണ് ശ്രീ PA മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തിൻ്റെ കാര്യം പൊതുമരാമത്ത് വകുപ്പാണെങ്കിലും ടൂറിസം വകുപ്പ് ഒരുപോലെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു വിമർശനം വരുമ്പോൾ ഉടനെ അത് മരുമകനാണ് അല്ലെങ്കിൽ മരുമകനിസമാണ് എന്ന് പറഞ്ഞ് വളരെ ബാലിശമായിട്ടുള്ള രീതിയിൽ അപഹസിക്കുന്ന ഒരു പ്രവണതയുണ്ട്. എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? അതൊക്കെ ഞങ്ങളെയൊക്കെ എഴുത്തി കാണിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. രാഷ്ട്രീയ എതിരാളികൾ സ്വീകരിക്കുന്ന നില മാത്രമാണത്. രാഷ്ട്രീയ എതിരാളികൾ ഇപ്പോഴത്തെ നിലയിൽ ഒരു പ്രത്യേക സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്ത് മാർഗം ഉപയോഗിച്ചും രാഷ്ട്രീയത്തിൽ തങ്ങൾ എതിർക്കുന്നവരെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും കാണേണ്ട ഒരു കാര്യം, അതിൻ്റെ ഭാഗമായിട്ട് മാത്രം നമ്മളങ്ങ് തകർന്നു പോവില്ല. കാരണം നമ്മളെല്ലാം സ്ഥാനം ജനങ്ങളുടെ മനസ്സിലാണ്. ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനത്തിന് ഇടിവ് തട്ടുമ്പോഴേ നമുക്ക് തകർച്ചയുള്ളൂ. ഈ ഓരോ വേണ്ടാതനങ്ങൾ ഓരോരുത്തർ വിളിച്ചു പറയുമ്പോൾ അതിൽ വല്ലാതെ വികാരം കൊള്ളേണ്ട കാര്യമില്ല. അങ്ങനെയായിപ്പോയി നമ്മുടെ രാഷ്ട്രീയ നിലയും അതിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ആൾക്കാരും എന്ന് കണ്ടാൽ മതി. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് അത് മനസ്സിനെ ഉലയ്ക്കാറുണ്ടോ? എൻ്റെ കാര്യം എടുത്താൽ എനിക്കതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. ഇല്ല, അത് അതിൻ്റെ വഴിക്ക് പോകുക എന്നുള്ളത് മാത്രമേ. അതാലോചിച്ചിട്ട് സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ സമയം കളഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത്? കുറ്റബോധം മനസ്സിലുണ്ടാകരുത്. നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ കുറ്റബോധം ഉണ്ടാവും. തെറ്റ് ചെയ്ത ഒരാൾക്കെതിരെ വിമർശനം വരുമ്പോൾ ആ തെറ്റിൻ്റെ അംശം മനസ്സിലുണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ, അതോടെ കുറ്റബോധമായി, പിന്നീട് നടുങ്ങലായി, ഒരു വിറയലായി. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അതെല്ലാം ഒരു ചിരിയോടുകൂടി നേരിടാനാവും. ചിരി പരസ്യമായിട്ടല്ലെങ്കിൽ ഉൾച്ചിരിയോടുകൂടി നേരിടാനാവും. അങ്ങൊരു കുടുംബസ്ഥൻ കൂടിയാണ്. ഇപ്പം അങ്ങ് എവിടെ പോലും യാത്ര പോയാലും ഇപ്പം ഭാര്യ കമല ചേച്ചി കൂടെ കാണും. അതൊരു വലിയൊരു റോൾ മോഡൽ പോലാണ്. ബാക്കി രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലും അനുകരിക്കാവുന്ന. ശരിക്കും ഈ ഭാര്യയുടെ ഒരു സ്വാധീനം ജീവിതത്തിൽ ഏത് രീതിയിലാണ്? കാരണം വളരെ ഒരു നിഴൽ പോലെ ഇങ്ങനെ എപ്പോഴും പിന്തുടരുന്നുണ്ടല്ലോ. കുടുംബത്തിൻ്റെതായ സ്വാധീനം എപ്പോഴും ഉണ്ടാവുമല്ലോ. അത് സ്വാഭാവികമല്ലേ. കുടുംബമല്ലേ. അതിനുവേണ്ടി സമയം അങ്ങ് ചെലവഴിക്കാറുമുണ്ട്. അല്ല, കുടുംബത്തിൻ്റെ നിലയാണ് അതിന്. എൻ്റെ സമയങ്ങളിൽ നോക്കിയാൽ കുടുംബത്തിലെത്തിയാൽ ഞാൻ കുടുംബത്തിൻ്റെ ആളാണ്. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. അവിടെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ എൻ്റെ മറ്റ് തിരക്കുകൾ അവിടെ അധികം ബാധിക്കില്ല. എന്നാൽ തിരക്കുണ്ടെങ്കിൽ ആ തിരക്കുമായിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തോളുകയും ചെയ്യും. ഇപ്പോൾ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് ഔദ്യോഗിക വസതിയാണല്ലോ. അവിടെ ആയാലും പിന്നെ ഔദ്യോഗിക കാര്യങ്ങൾക്കാണല്ലോ പ്രാമുഖ്യം. പക്ഷേ കുടുംബകാര്യങ്ങളായിട്ട് നീങ്ങും. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷവും ഈ തിരക്കാണല്ലോ. ഒരു കേരളം ഭരിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമാണോ? അതിൻ്റെതായ പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടല്ലോ. നമ്മൾ ഓരോ സ്ഥാനവും നമുക്ക് നൽകുമ്പോൾ അതൊരു നിയോഗമായിട്ടാണ് കാണേണ്ടത്. അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ചുമതലകൾ നമ്മൾ നിർവഹിച്ചു പോകണം. ആ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുക. അതിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ഇപ്പം നേരത്തെ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്കിപ്പോൾ വായന നല്ലോണം ഉണ്ടോ എന്ന്. എവിടെ വായിക്കാൻ സമയം? ഞാനത് പറഞ്ഞു. അപ്പോൾ ഇപ്പം വായിക്കുകയാണ് വേണ്ടതെന്ന് വെച്ചിട്ട് പുസ്തകം എടുത്ത് വായിക്കാതിരിക്കാൻ പറ്റുമോ? എൻ്റെ മുമ്പിൽ വരുന്ന കടലാസുകൾ നോക്കാനുള്ള ബാധ്യത എനിക്കില്ലേ? അതിനുവേണ്ടി സമയം ഉപയോഗിക്കണ്ടേ? ആ നിലയാണ് ഞാൻ സ്വീകരിക്കുന്നത്. നമ്മൾ ഒരു സ്ഥാനത്തിരുന്നാൽ ആ സ്ഥാനത്തോട് കഴിയാവുന്നത്ര നീതി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിലും നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയിൽ ജീവിതത്തിൻ്റെ ഒരു രസം അല്ലെങ്കിൽ ഒരു ആനന്ദം, ഈ 2 വാക്കുകൾക്ക് എന്താണ് അങ്ങയുടെ ജീവിതത്തിൽ പ്രസക്തി? അല്ല, അത് നമ്മളുടെ കർമ്മമാണല്ലോ. ഓരോ മനുഷ്യനും ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളിലൂടെയാണ് നമുക്ക് ആനന്ദം കിട്ടേണ്ടത്.
ആ കർമ്മം ശരിയായി നിർവഹിക്കുക എന്നുള്ളതാണ്. ഞാൻ കാണുന്നത് ഒരു വ്യക്തി എന്ന നിലക്ക് എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ നിർവഹിക്കാനാവണം. അങ്ങനെ ശരിയായ രീതിയിൽ നിർവഹിക്കാൻ കഴിഞ്ഞാൽ ആനന്ദമുണ്ടാകും. എനിക്ക് എൻ്റെ പൊതുജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും ആനന്ദം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു തരത്തിലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ശരി മാത്രമേ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. വല്ലാതെ വിഷമിക്കുകയോ വല്ലാതെ സന്തോഷിക്കുകയോ അങ്ങനെ ഒരു പ്രകൃതി അങ്ങനെ ഒരു രീതി എനിക്കില്ല. ഇല്ല. ഇല്ല ഇല്ല എല്ലാം ഒരു കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എൻ്റെതായ ഒരു നിലയിൽ വരുന്നതാണെന്ന് ഞാൻ കാണുന്നില്ല. നമ്മളിതിന് സ്ഥാനത്തിരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അത് ചെയ്യാൻ നമ്മൾ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. ആ നിലക്കെടുത്താൽ മതി അതിനെ. പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് വളരെ ക്രൂരമായ മർദ്ദനം നേരിട്ട കാര്യങ്ങളൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞ് കേരള ചരിത്രത്തിൽ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കിയ നേതാവായി മാറി നിൽക്കുന്ന പിണറായി വിജയൻ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ മനസ്സിൽ വരുന്ന ഓടിയെത്തുന്ന ഒരു ചിന്ത? ആരുടെയെങ്കിലും മുഖമാണോ വരുന്നത്, അതോ എന്തെങ്കിലും കാര്യങ്ങളാണോ ഓർമ്മ വരുന്നത്? അല്ല, നമ്മുടെ നാടിൻ്റെ പുരോഗതിയാണല്ലോ ഏറ്റവും പ്രധാനം. നമ്മുടെ നാടിൻ്റെ യുവജനങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ തരത്തിലേക്ക് നമ്മുടെ നാടിനെ വളർത്തുക, ഉയർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്നത്തെ നിലയിൽ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നാട് നല്ല പുരോഗതി ഇപ്പോൾ പ്രാപിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ പുരോഗതി നേടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ യുവതക്ക് ലോകത്തിലെ യുവതയുമായിട്ടാണ് മത്സരിക്കേണ്ടി വരുന്നത് പല കാര്യങ്ങളിൽ. അപ്പോൾ അവരാർജിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യത, നൈപുണ്യം എല്ലാം നമ്മുടെ യുവതക്കും നേടാൻ കഴിയണം. അതിന് പറ്റിയ തരത്തിലുള്ള സൗകര്യങ്ങളാണ് നമ്മളിവിടെ ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്കെല്ലാം ഇവിടെ തന്നെ അവർ നേടുന്ന വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ച്, നൈപുണ്യത്തിനനുസരിച്ച് ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. അതിനുമാണ് നമ്മൾ കേരളത്തെ വികസിപ്പിക്കാൻ നോക്കുന്നത്. അങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മുടെ നാടൊരു പുതിയ നാടായിട്ട് മാറും. അതൊരു സ്വപ്നമല്ല, ഒരു യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന കാര്യമാണ്. നമ്മുടെ നവകേരളം എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെയാണ്. അതാണ് നമ്മൾ വിഷൻ 2031 കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു നാടാക്കി കേരളത്തെ മാറ്റുക, വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ പൊതുജീവിത നിലവാര തോത് ഉയർത്തുക. ഇതൊന്നും ഇന്ന് അസാധ്യമായ കാര്യമല്ല എന്നത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പൂർണ്ണമായ രീതിയിൽ അത് നടപ്പാക്കാനാകുമെന്ന് തന്നെയാണ് ഉറപ്പായി കരുതുന്നത്. അപ്പോൾ മെയ് 4 ഫലം വരുമ്പോൾ ഒരു സംശയമില്ല, LDF ആയിരിക്കും മുന്നിൽ. എത്ര സീറ്റ് കിട്ടും? അത് നേരത്തെ ഉള്ളതിൽ കൂടുതൽ സീറ്റ് ഉണ്ടാവും. 100 മേളിൽ പോകും. 100 നേരത്തെ ഉള്ളതിൽ കൂടുതൽ, അത് 100 മേലെ തന്നെ പോകും. മൂന്നാം വട്ടവും അങ്ങേ ഈ കസേരയിൽ, മുഖ്യമന്ത്രി കസേരയിൽ കാണാൻ അവസരം ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും. നന്ദി.